പല സ്ഥലങ്ങളും നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് സീറ്റുകളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ആളുകളോട് സംസാരിക്കണം, എന്തൊക്കെയാണ് അവരെ നമ്മളിൽ നിന്ന് അകറ്റിയ കാര്യങ്ങളെന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ള തിരിച്ചടി മറക്കാൻ നമുക്ക് അത് മറികടക്കാൻ കഴിയും. എപ്പോഴും ജനവിധി നമ്മൾ വളരെ ഗൗരവമായി കാണുകയും ജനങ്ങളുടെ വിധിയെഴുത്ത് അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിൻ്റെ ബാലപാഠമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയത്തക്ക പരാതി ഇല്ലെന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും അതും പരിശോധിക്കേണ്ടതാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 14-14, UDF-ന് 14, LDF-ന് 14. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം. നേരത്തെ KSU ജില്ലാ പ്രസിഡന്റ് മത്സരിച്ച ഡിവിഷൻ പൂവച്ചൽ ഡിവിഷനിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസമായിരുന്നു. ഗോപു നെയ്യാർ ഇപ്പോഴത്തെ ഗോപു നെയ്യാർ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. അതാണ് ആ 14ലേക്ക് നേരത്തെ 13-14 ആയിരുന്നത്. ഗോപു നെയ്യാർ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ലീഡ് ചെയ്യുന്നു. നേരത്തെ ചെറിയ വോട്ടിന് പിന്നിലായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം ഒരേ സംഖ്യയിൽ ബലാബലം മുഖാമുഖം 14-14 എന്ന നിലയ്ക്ക്. ജില്ലാ പഞ്ചായത്തിൽ LDF-ന് അനുകൂലമായ വിധിയെഴുത്ത് ഉണ്ടാകുമോ, UDF-ന് അനുകൂലമായ വിധിയെഴുത്ത് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ആശങ്കയോടെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന സമയം എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അതിനിടയിലാണ് NDA 50ലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരം മനസ്സിലാകുന്നത്. ഒരേ ഡിജിറ്റ് തിരുവനന്തപുരത്ത് ഒരേ ഡിജിറ്റ്, അത് വളരെ കൗതുകകരമായ മത്സരം അവിടെ പൂർത്തിയാവുകയാണ്.